മനുഷ്യ നാഗരികതയുടെ തുടക്കം. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ജീവിക്കുന്ന ഈ ആധുനിക ലോകം എങ്ങനെയുണ്ടായി എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാടുകളിൽ വേട്ടയാടി നടന്നിരുന്ന മനുഷ്യൻ എങ്ങനെയാണ് വലിയ നഗരങ്ങളും സംസ്കാരങ്ങളും കെട്ടിപ്പടുത്തത്? അതെ, ഇന്ന് നമ്മൾ യാത്രയാൻ പോകുന്നത് ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്കാണ്. മനുഷ്യനാഗരികതയുടെ തുടക്കം എന്ന ഈയൊരു വിഷയത്തിൽ നിന്നും മത്സരപരീക്ഷകൾക്കും പൊതുവിജ്ഞാനത്തിനുമായി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള 50 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PSC, APSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ജനറൽ നോളജ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ക്വിസാണിത്. ഇതിൽ അവസാനത്തെ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. അതിനുത്തരം ഞാൻ പറയില്ല, നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1. ചോദ്യം: ലോകത്തിലെ ഏറ്റവും പുരാതനമായ നാഗരികത ഏതാണ്? ഉത്തരം: മെസൊപ്പൊട്ടേമിയൻ നാഗരികത, മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. 2. ചോദ്യം: മെസൊപ്പൊട്ടേമിയൻ നാഗരികത വികസിച്ചുവന്നത് ഏത് 2 നദികൾക്കിടയിലാണ്? ഉത്തരം: ടൈഗ്രിസ്, യൂഫ്രട്ടീസ്, ടൈഗ്രിസ് ആൻഡ് യൂഫ്രട്ടീസ്. 3. ചോദ്യം: മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം: 2 നദികൾക്കിടയിലുള്ള സ്ഥലം. 4. ചോദ്യം: സിന്ധുനദീതട നാഗരികതയിലെ ഇൻഡസ് വാലി ഏറ്റവും വലിയ നഗരം ഏതായിരുന്നു? ഉത്തരം: മോഹൻജൊദാരോ, മൊഹെൻജോ-ഡാരോ. 5. ചോദ്യം: ഈജിപ്ഷ്യൻ നാഗരികതയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം: നൈൽ നദി, നൈൽ റിവർ. 6. ചോദ്യം: ലോകത്തിലെ ആദ്യത്തെ ആസൂത്രിത നഗരങ്ങൾ കാണപ്പെട്ട നാഗരികത ഏതാണ്? ഉത്തരം: സിന്ധുനദീതട നാഗരികത, ഹരപ്പൻ സംസ്കാരം. 7. ചോദ്യം: മെസൊപ്പൊട്ടേമിയക്കാരുടെ ലിപി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: ക്യൂണിഫോം. 8. ചോദ്യം: പുരാതന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഉത്തരം: ഫറവോമാർ, ഫെറോസ്. 9. ചോദ്യം: മഞ്ഞനദിയുടെ സംസ്കാരം യെല്ലോ റിവർ സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നത് ഏത് നാഗരികതയാണ്? ഉത്തരം: ചൈനീസ് നാഗരികത. 10. ചോദ്യം: ചരിത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: ഹെറോഡോട്ടസ്. 11. ചോദ്യം: ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന തുറമുഖ നഗരം ഏതായിരുന്നു? ഉത്തരം: ലോഥൽ, ഗുജറാത്ത്. 12. ചോദ്യം: മരിച്ചവരുടെ ടിപ്പ്, മൗണ്ട് ഓഫ് ദ ഡെഡ് എന്നറിയപ്പെടുന്ന സിന്ധുനദീതട നഗരം ഏതാണ്? ഉത്തരം: മോഹൻജൊദാരോ. 13. ചോദ്യം: പുരാതന ഈജിപ്തുകാർ മൃതദേഹങ്ങൾ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം: മമ്മിഫിക്കേഷൻ, മമ്മീസ്. 14. ചോദ്യം: മെസൊപ്പൊട്ടേമിയയിലെ പുരാതന ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരെന്ത്? ഉത്തരം: സിഗുറാത്തുകൾ, സിഗുറാറ്റ്സ്. 15. ചോദ്യം: ചൈനീസ് നാഗരികത വികാസം പ്രാപിച്ച പ്രധാന നദി ഏതാണ്? ഉത്തരം: ഹുവാങ്ഹേ, ഫാങ്ഹോ. 16. ചോദ്യം: മനുഷ്യൻ ആദ്യമായി കണ്ടെത്തി ഉപയോഗിച്ച ലോഹം ഏതാണ്? ഉത്തരം: ചെമ്പ്, കോപ്പർ. 17. ചോദ്യം: സിന്ധുനദീതട നാഗരികത കണ്ടെത്തിയ വർഷം ഏതാണ്? ഉത്തരം: 1921. ദയാറാം സാഹ്നി ഹരപ്പ കണ്ടെത്തി. 18. ചോദ്യം: ഈജിപ്തിലെ പ്രശസ്തമായ കൂറ്റൻ ശവകുടീരങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം: പിരമിഡുകൾ. 19. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഏതാണ്? ഉത്തരം: ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ്, ചിയോപ്സിന്റെ പിരമിഡ്. 20. ചോദ്യം: പുരാതന ഈജിപ്തുകാരുടെ ചിത്രലിപി അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം: ഹൈറോഗ്ലിഫിക്സ്. 21. ചോദ്യം: മനുഷ്യൻ ആദ്യമായി മെരുക്കി വളർത്തിയ മൃഗം ഏതാണ്? ഉത്തരം: നായ. 22. ചോദ്യം: മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഉത്തരം: മോഹൻജൊദാരോ. 23. ചോദ്യം: ചക്രത്തിന്റെ കണ്ടുപിടുത്തം ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത്? ഉത്തരം: നവശിലായുഗം, നിയോലിത്തിക് ഏജ്. 24. ചോദ്യം: ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിത നിർമ്മിച്ച ബാബിലോണിയൻ രാജാവ് ആരാണ്? ഉത്തരം: ഹമ്മുറാബീസ് കോഡ്. 25. ചോദ്യം: വെങ്കലയുഗ നാഗരികതകൾക്ക് ആ പേര് വരാൻ കാരണമെന്താണ്? ഉത്തരം: ചെമ്പും ഈയവും ചേർത്ത് വെങ്കലം, ബ്രോൺസ് ഉണ്ടാക്കി ഉപയോഗിച്ചതിനാൽ. 26. ചോദ്യം: സിന്ധുനദീതട നിവാസികൾക്ക് പരിചയമില്ലാതിരുന്ന മൃഗം ഏതായിരുന്നു? ഉത്തരം: കുതിര. 27. ചോദ്യം: പുരാതന ചൈനയിൽ നിർമ്മിക്കപ്പെട്ട ലോക അത്ഭുതങ്ങളിൽ ഒന്നായ മതിൽ ഏതാണ്? ഉത്തരം: ചൈനയിലെ വൻമതിൽ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. 28. ചോദ്യം: മനുഷ്യൻ ആദ്യമായി കൃഷി ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടം ഏതാണ്? ഉത്തരം: നവശിലായുഗം, നിയോലിത്തിക് ഏജ്. 29. ചോദ്യം: പട്ടുനൂൽ പുഴുക്കളെ വളർത്തി പട്ടുതുണി, സിൽക്ക് ഉണ്ടാക്കുന്ന വിദ്യ ആദ്യമായി കണ്ടെത്തിയത് ഏത് നാഗരികതയിലാണ്? ഉത്തരം: ചൈനീസ് നാഗരികത. 30. ചോദ്യം: ചരിത്രാതീത കാലം, പ്രീഹിസ്റ്ററി എന്നാൽ എന്ത്? ഉത്തരം: എഴുതപ്പെട്ട രേഖകൾ ഇല്ലാത്ത കാലഘട്ടം. 31. ചോദ്യം: നൈൽ നദിയുടെ ദാനം, ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്ന് ഈജിപ്തിനെ വിശേഷിപ്പിച്ചതാരാണ്?
ഉത്തരം ഹെറോഡോട്ടസ്. 32 ചോദ്യം. സിന്ധുനദീതട സംസ്കാരത്തിലെ ജനങ്ങൾ ആരാധിച്ചിരുന്ന പ്രധാന പുരുഷദൈവം ആരായിരുന്നു? ഉത്തരം പശുപതി, ശിവന്റെ ആദ്യരൂപം. 33 ചോദ്യം. മെസൊപ്പൊട്ടേമിയ ഇന്ന് ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? ഉത്തരം ഇറാഖ്. 34 ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ ഇതിഹാസമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഗിൽഗാമേഷ് ഇതിഹാസം, എപ്പിക് ഓഫ് ഗിൽഗമേഷ്, മെസൊപ്പൊട്ടേമിയ. 35 ചോദ്യം. ഒരു വർഷത്തെ 365 ദിവസങ്ങളായി ആദ്യമായി വിഭജിച്ചത് ഏത് നാഗരികതയിലെ ആളുകളാണ്? ഉത്തരം ഈജിപ്ഷ്യൻ നാഗരികത. 36 ചോദ്യം. സിന്ധുനദീതട നാഗരികത ഏത് ലോഹയുഗത്തിൽപ്പെടുന്നു? ഉത്തരം വെങ്കലയുഗം, ബ്രോൺസ് ഏജ്. 37 ചോദ്യം. പപ്പൈറസ് എന്ന ചെടിയിൽ നിന്നും ആദ്യമായി കടലാസ് പോലെയുള്ള വസ്തു ഉണ്ടാക്കിയത് ആരാണ്? ഉത്തരം പുരാതന ഈജിപ്തുകാർ. 38 ചോദ്യം. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന സിസ്മോഗ്രാഫ് ആദ്യമായി കണ്ടെത്തിയത് ഏത് രാജ്യക്കാരാണ്? ഉത്തരം ചൈനക്കാർ. 39 ചോദ്യം. മനുഷ്യശരീരം സിംഹത്തിന്റെ ഉടലോടെ കൊത്തിയുണ്ടാക്കിയ ഈജിപ്തിലെ വിചിത്രശില്പം ഏതാണ്? ഉത്തരം സ്ഫിനെക്സ്. 40 ചോദ്യം. സിന്ധുനദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്ത്. 41 ചോദ്യം. പുരാതന നാഗരികതകളെല്ലാം നദീതീരങ്ങളിൽ വളരാൻ പ്രധാന കാരണം എന്തായിരുന്നു? ഉത്തരം കൃഷിക്കാവശ്യമായ വെള്ളവും ഫലഭൂയിഷ്ഠമായ മണ്ണും ലഭ്യമായിരുന്നതിനാൽ. 42 ചോദ്യം. ഹരപ്പൻ ജനതയ്ക്ക് അറിവില്ലാതിരുന്ന ലോഹം ഏതായിരുന്നു? ഉത്തരം ഇരുമ്പ്, അയൺ. 43 ചോദ്യം. കളിമൺ പലകകളിൽ എഴുതി സൂക്ഷിച്ചിരുന്ന ലോകത്തിലെ ആദ്യത്തെ ലൈബ്രറി എവിടെയാണ് കണ്ടെത്തിയത്? ഉത്തരം നിൻവേ, അസീറിയൻ സാമ്രാജ്യം. 44 ചോദ്യം. കോമ്പസ്, കമ്പാസ്, വെടിമരുന്ന് എന്നിവ ആദ്യമായി കണ്ടുപിടിച്ച നാഗരികത ഏതാണ്? ഉത്തരം ചൈനീസ് നാഗരികത. 45 ചോദ്യം. സിന്ധുനദീതട ലിപിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം ചിത്രലിപിയായിരുന്നു. ഇതുവരെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 46 ചോദ്യം. ബാബിലോണിലെ തൂക്കുതോട്ടങ്ങൾ, ഹാങ്കിംഗ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ നിർമ്മിച്ച രാജാവ് ആരാണ്? ഉത്തരം നെബൂഖദ്നെസർ രണ്ടാമൻ, നെബൂഖദ്നെസർ 2. 47 ചോദ്യം. ചരിത്രത്തിൽ ആദ്യമായി വെങ്കല പ്രതിമകൾ നിർമ്മിക്കാൻ ലോസ്റ്റ് വാക്സ് രീതി ഉപയോഗിച്ചതാരാണ്? ഉത്തരം ഹരപ്പൻ നിവാസികൾ. ഉദാഹരണത്തിന് നർത്തകിയുടെ വെങ്കല പ്രതിമ. 48 ചോദ്യം. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രശസ്തമായ 3 നഗരങ്ങൾ ഏവ? ഉത്തരം സുമേർ, ബാബിലോണിയ, അസീറിയ. 49 ചോദ്യം. ഹരപ്പ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ശ്മശാന നഗരം, നിഗൂഢ നഗരം എന്നും പറയാറുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വിജയകരമായി 49 ചോദ്യങ്ങൾ പിന്നിട്ടു. ഇനി ഇതാ നിങ്ങൾ കാത്തിരുന്ന 50ാമത്തെ ചോദ്യം. ഇതിന്റെ ഉത്തരം ഞാൻ പറയില്ല. കൃത്യമായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ശരിയുത്തരം പറയുന്നവരുടെ പേരുകൾ നമ്മൾ പരാമർശിക്കുന്നതായിരിക്കും. ചോദ്യം 50. ഈജിപ്തിലെ ഗിസയിലുള്ള പ്രശസ്തമായ പിരമിഡിന് കാവൽ നിൽക്കുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ശരീരവുമുള്ള കൂറ്റൻ ശില്പം ഏതു പേരിൽ അറിയപ്പെടുന്നു? നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേഗം പോയി കമന്റ് ചെയ്യൂ. അപ്പോൾ സുഹൃത്തുക്കളെ, മനുഷ്യനാഗരികതയുടെ തുടക്കത്തെക്കുറിച്ചുള്ള ഈയൊരു ക്വിസ് വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ശരിയുത്തരം കിട്ടി എന്നുകൂടി കമന്റ് ചെയ്യാൻ മറക്കരുത്. ചരിത്രത്തെക്കുറിച്ചുള്ള ഇത്തരം ഇൻട്രസ്റ്റിംഗായ വീഡിയോകൾ ഇനിയും കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സന്ദർശിച്ചതിന് എല്ലാവർക്കും നന്ദി. ബൈ.